ബിആർ പറയുകയാണ്, യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്നൊരു സംഘടന നാളുകൾക്കകം ഒരു സമരസംഘടനയായി മാറി. ഈ ദിവസങ്ങളിൽ കേരളത്തിന്റെ തെരുവീതികളിൽ മൊത്തം വലിയ സമരം, ജലപീരങ്കികൾ വർദ്ധിത വീരത്തിൽ ആവർത്തിച്ചടിച്ചിട്ടും പിരിഞ്ഞു പോകാത്ത, അല്ലെങ്കിൽ ജലപീരങ്കി അടിച്ചടിച്ച് പല സ്ഥലങ്ങളിലും പീരങ്കിയിലെ വെള്ളം തീർന്നു, എന്നിട്ടും പിരിഞ്ഞു പോകാത്ത സമരവീര്യമുള്ള വലിയൊരു സമരസംഘടനയാക്കി അതിനെ കേരളത്തിൽ വളർത്തിയെടുത്തു കൊടുത്തു കേരള പോലീസും ആഭ്യന്തര വകുപ്പും. ശ്രീ ബി എൻ അസ്കർ. അശ്മി, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നടന്ന ആ സമരത്തിന്റെ ദൃശ്യങ്ങൾ അങ്ങൊന്ന് പരിശോധിക്കൂ. കാരശ്ശേരി മാഷ് അത് കണ്ടില്ലെന്നോ അതോ കണ്ടിട്ട് കണ്ണടയ്ക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ആ മാർച്ചിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അടക്കം ഷീൽഡിൽ ആഞ്ഞാഞ്ഞ് പട്ടിക കൊണ്ട് അടിച്ച് ആ ഷീൽഡുകൾ പൊട്ടുമാർ അടിച്ചിട്ടും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈത്തണ്ട, അവിടുത്തെ സബ് ഇൻസ്പെക്ടറുടെ കൈത്തണ്ട തല്ലി ഒടിച്ചിട്ടും ഒക്കെയാണ് ആ സമരം നടന്നത്. ആ സമരത്തിൽ രാഹുലിന് ഓവർടേക്ക് ഇല്ല എന്ന് BRM ഷഫീർ പറയുമ്പോൾ ഒരു നേതാവ് എന്ന നിലയിൽ, ഒരു യുവജന സംഘടനാ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം എന്തായിരുന്നു? ആ അക്രമ പ്രവർത്തനങ്ങളെ തടയണമായിരുന്നു, ആ ആക്രമണ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്തണമായിരുന്നു. അങ്ങനെ ചെയ്തില്ല എന്ന ഗൗരവതരമായിട്ടുള്ള സാമൂഹിക ഉത്തരവാദിത്വം ഇല്ലായ്മയാണ് രാഹുലിന് നേരെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം. നിങ്ങൾ പ്രിവിലേജ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തോളൂ, പക്ഷേ ഈ ചോദ്യം അന്തരീക്ഷത്തിൽ ഇതിങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങൾ പറഞ്ഞു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ നേതാവിന്റെ തലതല്ലി പൊളിച്ചത്. തിരുവനന്തപുരം നഗരത്തിലുള്ള ഒരു വിദ്യാർത്ഥി സമരകാലത്ത് അങ്ങേക്കറിയാം, ഇന്ന് ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ലീഡറാണ് തിരുവനന്തപുരത്തെ. ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞ് എല്ലാ അക്രമങ്ങൾക്കും പ്രോത്സാഹനം കൊടുത്ത പിണറായി വിജയനല്ലേ കേരളത്തിൽ? അങ്ങനെയാണെങ്കിൽ ഒന്നാം പ്രതിയാവേണ്ടത്. ജീവൻ രക്ഷാ വധശ്രമങ്ങളെ ന്യായീകരിച്ച യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന് പ്രേരിപ്പിക്കുന്നതാണ് കുറ്റമെങ്കിൽ ഷഫീർ കേരള യൂത്ത് കോൺഗ്രസ് സമരത്തിന്റെ മുദ്രാവാക്യം എന്താ സമരത്തിന്റെ കോസ്? രാജ്യം അതിരൂക്ഷമായ തൊഴിലില്ലായ്മയെ നേരിടുന്ന ഘട്ടത്തിലാ 20-ാം തീയതി നിങ്ങളൊന്ന് DYFIയുടെ 20-ാം തീയതി വൈകുന്നേരമേ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഒന്ന് ഇറങ്ങി നോക്കൂ. DYFIയുടെ മനുഷ്യച്ചങ്ങലയുണ്ടെന്നേ, അതാണ് സമരോത്സുകത. ഞങ്ങളൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആ സമരത്തിന് വരുന്നത്. ഞങ്ങളൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആ സമരത്തിന് വരുന്നത്. ഷഫീർ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ, ഞങ്ങളൊരു ടി ഗീനാകുമാരെ തലതല്ലി പൊലിച്ച പോലീസാണ് കേരള പോലീസ്. അന്ന് ഭരിച്ചിരുന്നത് K കരുണാകരനാണ്. ആദ്യമായിട്ടല്ല വനിതാ നേതാക്കന്മാർക്ക് തല്ലുകൊള്ളുന്നതും. സമരത്തിൽ അക്രമമുണ്ടായാൽ അങ്ങനെ ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, പക്ഷേ സമരം അക്രമാസക്തമായ എന്നാൽ ഗീനാകുമാരിയെ തല്ലിയതും സഖാവ് ബാലഗോപാലിനെ തല്ലി കൈത്തൊണ്ടയൊടിച്ചതും സഖാവ് P രാജീവിനെ തല്ലി ഒടിച്ചതും SP ആയിരുന്നിട്ടും തന്റെ വീട്ടിൽ പോലീസ് വളഞ്ഞ മുഹമ്മദ് റിയാസിനെ അറസ്റ്റ് ചെയ്തതും അതൊക്കെ രാഷ്ട്രീയ വൈരാഗ്യമായിരുന്നേ. ഒരു തെരുവിൽ സമരം പോലീസിനെതിരെ കയർക്കുന്നതും ഷീൽഡിൽ പിടിച്ചു വലിക്കുന്നതും ഷീൽഡ് അടിക്കുന്നതും കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യ കാഴ്ചയല്ല ഭാസ്കർ. അങ്ങേക്ക് ഓർമ്മയില്ലെങ്കിൽ ഞങ്ങൾ ആർക്കൈവ്സിലുണ്ട്. SFIയുടെ പഴയ സമയത്തിൽ പെട്രോൾ ബോംബ് പോലീസിനെതിരെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. കേരളം ഒരു വാർത്ത വായിക്കാം. 2011 ജൂൺ 29 സർക്കാരിന്റെ സ്വാശ്രയ വിദ്യാഭ്യാസ നേതൃത്വത്തിലുള്ള SFI മാർച്ചിനിടയിലാണ് യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ വെച്ച റഹീമിന്റെ നേതൃത്വത്തിൽ പ്രതികൾ പോലീസിന് നേരെ കരിങ്കൽ ചീളുകളും സ്ഫോടക വസ്തുക്കളും വലിച്ചെറിഞ്ഞത്. അന്നത്തെ DCP ജോളി ചെറിയാനും പേരൂർക്കട സ്റ്റേഷനിലെ ASI രാജേന്ദ്രനും ഗുരുതരമായി പരിക്കേറ്റു. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ടാറ്റാ സുമോയുടെ ചില്ല് തകർന്നു. സർക്കാർ 9,270 രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കേസ്. ഇത് ചരിത്രത്തിൽ ആദ്യമായി പോലീസിനെതിരെ കയർക്കുന്നതും ആക്രോശിക്കുന്നതും ഷീൽഡിൽ പിടിച്ചു വലിക്കുന്നതും ലാത്തി പിടിച്ചു വാങ്ങുന്നതും അല്ല. ഇതിന്റെയൊക്കെ 50 ഇരട്ടി SFI ചെയ്തിട്ടുണ്ട് ഹസ്കർ. ഇതിങ്ങനെ ഒരു അത്ഭുതം പോലെ പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയല്ല. SFIയുടെ സമരകാലത്ത് അങ്ങേക്കറിയാമോ, ക്യാമ്പസിനുള്ളിൽ കടന്നുകൂടാ, പ്രിൻസിപ്പളിന്റെ അനുമതിയില്ലാതെ പോലീസിന് ക്യാമ്പസിനുള്ളിൽ കടന്നുകൂടാ എന്ന ഉത്തരവ് നിലനിൽക്കുന്ന ഘട്ടത്തിൽ ക്യാമ്പസുകൾക്കുള്ളിൽ പോലീസ് ഇരച്ചു കയറി ക്യാമ്പസിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചത് ആരുടെ ഭരണകാലത്താ? അപ്പോ സ്വാഭാവികമായും വിദ്യാർത്ഥികൾ തിരിച്ചു പ്രതികരിച്ചിട്ടുണ്ടാവുന്നേ. ആ പ്രതികരണങ്ങളെയാണോ നിങ്ങൾ ബോംബേറെന്നും മറ്റുമൊക്കെ പറയുന്നത്? അങ്ങനെ സമരം നടന്നിട്ടുണ്ടെന്നേ കേരളത്തിന്റെ. അന്ന് ഈ സമരം നടത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വിദ്യാർത്ഥി നേതാവും ഞങ്ങളതാ ഇങ്ങനെ റിമാൻഡ് ചെയ്തു എന്ന് പറഞ്ഞ് നിലവിളിച്ചില്ല. അതാണ് വ്യത്യാസം. അന്നേ ആ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട SFIയുടെയോ DYFIയുടെയോ നേതാക്കന്മാരാരും ഞങ്ങൾ നിലവിളിച്ചോ?
ഞങ്ങൾ ആ കേസിന്റെ നിയമപരമായി ഇല്ല നമ്മൾ പറഞ്ഞ എന്താണ് നമ്മൾ പറഞ്ഞത് അതിനെ നിലവിളിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല. ഇത് കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ പ്രതിപക്ഷ സമരങ്ങളുടെ ചരിത്രത്തിൽ പോലീസിനെതിരായ കയ്യേറ്റവും പോലീസിനെതിരായ ആക്രോശവും ഒക്കെ അങ്ങ് അതിഭീകരമായി ഇങ്ങനെ നമ്മൾ അയ്യോ ഇതെന്താണിത് എന്ന് അത്ഭുതപ്പെടേണ്ട അത്ഭുത കണ്ണോടുകൂടി വിരിഞ്ഞ കണ്ണോടുകൂടി കണ്ടു നിൽക്കേണ്ട ഒന്നല്ല. കേരളം ഇത് കണ്ട് തഴമ്പിച്ച കാഴ്ചകളാണ് അസ്കർ. ഇപ്പൊ കുറവാണ്, ഒരുപാട് കുറവാണ് അല്ലേ PDP വന്നോടെ. ഹാഷ്മി ഇതിലൊരു കാണേണ്ടത് PK ബിജുവിനെയും ജി മുരളീധരനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ച് വലിച്ചിടച്ചാണ് ജീപ്പിൽ കയറ്റിയത് ഒരു കാലഘട്ടത്തിൽ, ഒരു സമരകാലത്ത്. അത് അന്ന് ആരും നിലവിളിച്ചില്ല ഇതുപോലെ. അതാണ് വ്യത്യാസം. ഇപ്പോ രാഹുലിനു വേണ്ടി നിലവിളിക്കുന്ന മാധ്യമങ്ങളും അന്ന് ആ SFI DYFI നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തപ്പോൾ നിലവിളിച്ചില്ലെന്നുള്ള പരാതിയും പരിഭവമാണ് ഞങ്ങൾക്കുള്ളത്. അന്ന് ആ വിദ്യാർത്ഥി നേതാക്കന്മാർക്ക് ആർക്കും ലഭിക്കാത്ത പ്രിവിലേജ് എന്താണെന്നാണ് ഞങ്ങളുടെ ചോദ്യം. അന്ന് ഞങ്ങളെയൊക്കെ ഞങ്ങൾക്കാർക്കും ലഭിക്കാത്ത പ്രിവിലേജ് ഈ പറയും പോലെ അധികാരമാറ്റം ഉണ്ടാകുന്നു എന്ന് വെക്കുക. അവിടെ അന്ന് SFI DYFIയുടെയും സമരസഖാക്കളെ ഇതുപോലെ പോലീസ് തല്ലിച്ചതയ്ക്കുന്നത് നോക്കുക. അസ്കർ, ഒരു സംശയം വേണ്ട, എന്റെ ശബ്ദം അതിനെതിരെ കടുത്ത ഭാഷയിൽ വരും. ഒരു തർക്കം അക്കാര്യത്തില്ല, ഉയർന്നിട്ടുമുണ്ട് നേരത്തെ. ഞാൻ തിരികെ ഇടവേളയ്ക്ക് ശേഷം.